നമുക്കിന്നൊരു ക്യാൻഡിൽ ഉണ്ടാക്കാം. വെറും ക്യാൻഡിലല്ല, അടിയിൽ വെള്ളമൊഴിച്ച് മുത്തൊക്കെ ഇളകി പോകുന്ന ക്യാൻഡിൽ. അതാണ് എൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് എയർ ഫ്രഷ്നർ കാറിൽ ഇരുന്ന് വെച്ചത് ഞാനിങ്ങ് മാറ്റി. എന്നിട്ട് അതിനകത്തുള്ള എഴുത്തൊക്കെ ഞാനൊന്ന് ഇത്തിരി മൂർച്ചുള്ള, ഞാൻ കത്രിക വെച്ചാണ് ഉരച്ച് കളഞ്ഞത്. നിങ്ങൾക്ക് കത്രിക ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൂർച്ചുള്ള സാധനം വെച്ചൊന്ന് ഉരച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ക്യാൻഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ക്രയോൺ അധികം എടുക്കണ്ട കേട്ടോ, ഒരു കളറിന് വേണ്ടി മാത്രം എടുത്താൽ മതി. ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്കായി പോവും. ഉരുക്കാനുള്ളതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ക്യാൻഡിലും കൂടെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുക്കി വരട്ടെ കേട്ടോ. കൂടെ നേരത്തെ കണ്ട ഒരു ജെല്ലും കൂടി ഇടുന്നുണ്ട്. അത് ഉരുക്കുമെന്ന് അറിയില്ല, ഒരു മണം ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ആ ഒരു ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത്, അയ്യോ കത്തിക്കാനായിട്ട് ക്യാൻഡിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു നൂല് വേണമല്ലോ. നൂല് ഞാൻ ആ മെഴുകുതിരിയിൽ തന്നെ ഇങ്ങോട്ട് ഉരുക്കി മാറ്റിയിട്ടോ. എന്നിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കിനെ കൊളുത്തി വെച്ചു. ഇനി അടിയിൽ വെള്ളം ഒഴിക്കണമല്ലോ, ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഒന്നെടുത്ത് കുറച്ചങ്ങ് മാറ്റാം. എൻ്റെ കയ്യിൽ വേറെ സീക്വൻസും സിൽക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ റെഡ് മുത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ കത്തിച്ചത് ഒഴിക്കണേക്ക് മുന്നേ നേരത്തെ പറഞ്ഞ ഐസ്ക്രീം സ്റ്റിക്കിൽ കൊളുത്തിയ ഈ നൂല് ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് അത്ര അങ്ങോട്ട് ഇറക്കി വെക്കുന്നില്ല കേട്ടോ, കാരണം അതിനുള്ള നൂല് ഉണ്ടായില്ല നമ്മുടെ കയ്യിൽ. ഒഴിച്ചപ്പോൾ സൈഡിലൊക്കെ ഇത്തിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ കത്തിയ ക്യാൻഡിലിൻ്റെ ഇത്തിരി വെള്ളം പോലെ ഉണ്ടായിരുന്നു, അതും ഞാൻ ഒഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്രയോൺ അധികം കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എൻ്റെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് കുറച്ചൊക്കെ പാളിയിട്ടുണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. ചാക്ക് പോലത്തെ ത്രെഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാനൊരു റെഡ് കളർ ത്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ഞാനൊരു ബോ പോലെയായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ. അടിയിൽ ഞാൻ മുത്ത് നീങ്ങുന്ന കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ പാളിയിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് കത്തിക്കാൻ തുടങ്ങാം. കത്തിക്കാൻ വേണ്ടി ചെരിച്ചപ്പോൾ എന്താ അടിയിൽ കൂടെ വെള്ളം ലീക്കാവുന്നു. നോക്ക് ഇപ്പം അടിയിൽ വീഴും കണ്ടല്ലോ. പിന്നെ ഡെസ്കിൻ്റെ മുകളിൽ ആ വെള്ളം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം ഇട്ട് ചെരിക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ ഇതുപോലെ പണി കിട്ടും. കൂടുതലൊന്നും റിസ്ക് എടുക്കാതെ ഒരു പേപ്പറിൽ തിരി കത്തിച്ച് ഞാനത് കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും മറക്കണ്ട, പിന്നെ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ബൈ.